എല്ലാവർക്കും നമസ്കാരം. ഞാനും എസ് എൻ സ്വാമിയായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 1984 ശരിക്കും സ്വാമി ഒരു വശത്തോടെ പറഞ്ഞ സിനിമയിൽ എന്നെക്കാളും ജൂനിയറാണെങ്കിലും സീനിയർ കൂടാണ്. സ്വാമി എഴുതിയ സ്ക്രിപ്റ്റ് ASR ഡയറക്ട് ചെയ്തതിനകത്ത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബന്ധം തുടരുന്നത് 20-ാം നൂറ്റാണ്ടോടാണ്. അത് പിന്നെ സിനിമാ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. അത് CBI 5 വരെ എത്തി. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, സ്വാമി സാധാരണ ഒരു വാചകത്തിലോ 2 വാചകത്തിലോ 3 വാചകത്തിലോ എന്നോട് കഥ പറയും. ഇപ്പോ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയുടെ കഥ ഞാൻ മദ്രാശിയിൽ ഒരു പടമായിട്ട് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിയോട് വന്നിട്ട് മദ്രാസിലെ എഡിറ്റിന്റെ കൊണ്ട് മുമ്പിൽ ബെഞ്ചുണ്ട്. അവിടുത്തെ എല്ലാ പ്രമുഖ സംവിധായകരും ഇതിനുള്ള ബെഞ്ചാണ്. അതിപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ അവിടെ എഡിറ്റിംഗ് ഒന്നുമില്ല. അവിടെ വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, ഇവിടെ ഞാൻ അതിന് മുമ്പോട്ട് സ്വാമിയോട് പറയുന്നു CBI-യുടെ ഒരു അടുത്ത ഭാഗം 3-ാം ഭാഗം നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. വരട്ടെ വരട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഒരു ചെറിയ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ എന്താ സാധനം? 6 കൊലപാതകം ചെയ്യുന്നവരാണ് ഒരു CBI ഓഫീസറോട് പറയുന്നു. അതിൽ 5 എണ്ണം ഞാനാ ചെയ്ത്, ബാക്കി ഒരെണ്ണം ആരാണ് സാറ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിക്കുന്ന ആളാണ് എസ് എൻ സ്വാമി. അപ്പൊ അങ്ങനെ സ്വാമി പറഞ്ഞ ഒരു ത്രെഡിൽ നിന്നാണ് ആ സിനിമ കണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ സിനിമകളെല്ലാം മുമ്പോട്ട് പോകുന്നത്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റിങ്ങിലെ ഒരു പ്രത്യേക രീതിയാണ് സ്വാമി. അത് വഴക്കും വയ്യാവേലിയും ഞങ്ങളുടെ മധ്യസ്ഥൻ മമ്മൂട്ടി, മോഹൻലാൽ വന്നിട്ടില്ല മധ്യസ്ഥൻ, മമ്മൂട്ടിയാണ് ഞങ്ങളുടെ മധ്യസ്ഥൻ. വഴക്കിൽ ഒരുപാട് വഴക്കും ഒക്കെ ഇട്ടാണ് ഒരു സിനിമ ഞാൻ സ്വാമിയോട് ഉണ്ടാക്കുന്നത്, സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു, ഇന്നലെ സെക്കൻഡ് ഷോയിൽ കണ്ടു. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ സ്വാമിക്ക് ഷേക്കാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സ്വാമി ഒരു നല്ല സിനിമ എടുത്തുള്ള സമയത്താണ്. ആസ് എ ഡയറക്ടർ ഈ ഡിഡ് ഹിസ് ജോബ് വെരി വെൽ. അതാണ് എനിക്ക് ഒറ്റ ബാക്കി പറയാം. അതിന്റെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു, സ്വാമി നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഒരു സിനിമ അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ്. സ്വാമിയുടെ പറയല്ലേ, സ്വാമി എന്നോട് പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണ് പോകുന്നത്. സ്വാമി ആ വഴിക്കൂടെല്ലാം വൃത്തിയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ ഒരു ഒരു സംവിധായകന്റെ ആദ്യ സംരംഭം എന്നുള്ളതിൽ തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഞാൻ ഒരുപാട് പടം ഡയറക്ട് ചെയ്താലും ഒരുപാട് പടം സ്വാമിയോട് കൂടെ വർക്ക് ചെയ്താലും എന്റെ സിനിമയോട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നു. സ്വാമിയുടെ ജോലി ഈ സിനിമയിൽ വളരെ ഒരു ഉന്നത നിലവാരപ്പെടുന്നു. പിന്നെ അതിന്റെ കഥ വളരെ വ്യത്യസ്തമായ കഥയാണ്. ഇത്രയും കാലം എന്നോട് ഈ കഥ പറയാൻ എന്താണെന്ന് എനിക്കൊരു പരിഭവമുണ്ട്. സത്യം പറഞ്ഞാൽ സ്വാമി പല കഥകളും പറഞ്ഞുകൊണ്ട് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ സ്വാമി ഡയറക്ട് ചെയ്തില്ലായിരുന്നു, ഞാൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ല സ്വാമി. അതുകൊണ്ട് സ്വാമി പറഞ്ഞിട്ട് ഇനിയും കഥ പറയും, വേറെ കഥകളൊക്കെ ഉണ്ട് സ്വാമിയുടെ. അതുകൊണ്ട് സ്വാമിക്കും പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സ്. കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ നിർമ്മാതാവും സംവിധായകനുമാണ്, സുരേഷ് കുമാർ നിർമ്മാതാവാണ്, ഭാഗ്യലക്ഷ്മി ഒരുപാട് സിനിമകൾ അസോസിയേറ്റ് ആണ്. ഈ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു, എനിക്കിത് സാമ്പത്തിക നേട്ടത്തിലുപരി ഇത് ഇപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് വിശ്വാസമായിട്ടും അവിശ്വാസമായിട്ടും ഒരു മനുഷ്യന്റെ മനസ്സിൽ കയറുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമി കൊണ്ടുവന്ന ഈ തീം 2 കാര്യങ്ങളാണ്, ഇതിന്റെ കഥ, ഇതിന്റെ സംവിധാനം. ഇത് രണ്ടിലും സ്വാമി വിജയിച്ചിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഇത് പ്രേക്ഷകരോട് എത്തിക്കും. അദ്ദേഹം ചോദിച്ച ഈ സ്വാമിയുടെ പടം കാണാൻ പോകുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും എന്ന് പൊതുവെ സ്വാമി ഒരു മോശം സിനിമ ചെയ്യത്തില്ലെന്നുള്ള അറിവോടും കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് ത്രില്ലുണ്ട്, ശ്രദ്ധിച്ചു കാണാം. ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്യുന്നൊരു സംവിധാനമാണ് സ്വാമിയുടെ സ്ക്രിപ്റ്റിലും. അല്ലാതെ അതിനകത്ത് പല സീക്വൻസുകളും ഒരു മൊമെന്ററി ത്രില്ലുണ്ടാക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു കാണാം. അതായത് പല കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് സമയക്കുറവുണ്ട്. അതിനകത്ത് ഇപ്പോൾ ആദ്യം ആ സ്വാമി തുടക്കത്തിൽ ആ ഏടെടുക്കാൻ പോകുന്നിടത്തെ ആ ഒരു ത്രില്ല് അത് വളരെ മനോഹരമായിട്ട് വിചറൈസ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് അവരെല്ലാം അഭിനയിച്ചവരില്ല. പിന്നെ വേറെ ചില കുഴപ്പങ്ങൾ ഞാൻ പിന്നെ സ്വാമിയോട് പറഞ്ഞാലും പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു ത്രില്ലിംഗ് മൂഡിലാണ് സ്വാമി എടുത്തിരിക്കും പലതും. പിന്നെ ഈ ഫ്ലാഷ് കട്ട് അതിനകത്ത്, അതായത് പല സംഭവങ്ങളും ആ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ സ്വാമി ഫ്ലാഷ് കട്ടിലൂടെ വേറെ രീതിയിൽ അത് ട്രീറ്റ് ചെയ്തിരിക്കും. അതൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വാമിയുടെ ഒരു കുസൃതിയല്ല ഒരു കഴിവ് ഇതിനകത്ത് സ്വാമി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സീക്വൻസുകളും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ അതിന് വളരെ ത്രില്ലുള്ള ഒരുപാട് സീക്വൻസുകൾ അതിനകത്ത്. പിന്നെ അടുത്തത് ഈ ഇപ്പൊ ചോദിച്ചില്ലേ, ഈ ധ്യാനെ വെച്ചാണോ സ്വാമി ഈ സിനിമ എടുത്തത്, ധ്യാൻ തന്നെ ആണോ സ്വാമിക്ക് വേണ്ടത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കിട്ടത്തില്ല എന്നൊക്കെ ചോദിച്ചില്ലേ. അത് സ്വാമിയുടെ ഒരു തീരുമാനമാണ്. കാര്യം സ്വാമി ഒരുപക്ഷെ ഒരു പടം ഡയറക്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ എല്ലാം ഡേറ്റ് കൊടുക്കും സ്വാമിക്ക്. കാര്യം സ്വാമിയുടെ സ്ക്രിപ്റ്റിലൂടെയാണല്ലോ ഒരുപാട് സിനിമകൾ ചെയ്തത്. അപ്പൊ അതിന് പോകാതെ സ്വാമി ഇങ്ങനൊരു കാര്യത്തിലൂടെ ഇറങ്ങിയപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിയപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. കാര്യം
എസ് എൻ സ്വാമിയെ പോലൊരു സീനിയർ റൈറ്റർ, അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോകും, ഈ കൺവെൻഷണൽ സ്റ്റൈൽ മാറ്റിയിട്ട് അദ്ദേഹം ഒരു കാര്യത്തിൽ അതിനെ അഭിനന്ദിക്കാതെ, സിനിമ കാണാതെ ഇതിൽ റിവ്യൂ എഴുതുന്നവരോട് എന്താ ഞങ്ങൾ പറയുന്നത്? സഹതാപം മാത്രം. ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോട്ടെന്നുള്ള കാര്യമാണ്. കാര്യം ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് നിർമ്മാതാക്കളെ ഞങ്ങളൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാക്കി സിനിമ ചെയ്ത ആൾക്കാരാണ്. ഞാൻ സ്വാമി, സുരേഷ് കുമാറിന്റെ സിനിമകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം. അന്ന് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാന്യമായ രീതിയിലാണ് ജീവിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് ചെയ്യുന്ന എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ദയനീയമായിട്ട് അവരോട് ചോദിക്കും, എന്തിനീ ചെയ്യുന്നു മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതാണ് എനിക്ക് യൂട്യൂബർമാരെ പറ്റിയിട്ട് പറയാം. അടുത്തത് ഈ 20-ാം നൂറ്റാണ്ട് 3-ാം പറയൊക്കെ പറഞ്ഞില്ലേ, അതിൽ ചിലത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ഒരു ആലോചനയിൽ ഇരിക്കുകയാണ്. അതിലെ ഈ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകൾ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട് ഉണ്ട്. ഇതിന്റെ സൗണ്ട് ഐറ്റി ഉണ്ടാവണം, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ആലോചിക്കാവുന്ന ഞങ്ങളുടെ രണ്ടു സിനിമയുണ്ട്. സാമിയും ജോഷി കൂടെ ചെയ്ത സിനിമയുണ്ട്, സാമിയും ഷാജി കൈലാസ് കൂടെ ചെയ്ത സിനിമയുണ്ട്. അങ്ങനെയൊക്കെ സാമിയുടെ സിനിമകളുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ മമ്മൂട്ടിയും മോഹൻലാലിനെയും വിളിക്കാൻ ഞാൻ ദൈവം നിങ്ങൾ കൂടുതൽ ചോദ്യം ചോദിക്കരുത്. അടുത്തൊരു സിനിമ എനിക്ക് എഴുതി ദൈവത്തെ വിചാരിച്ച് അതിനെക്കൊണ്ട് സ്വാമി പ്രേരിപ്പിക്കല്ലേ. എനിക്കൊരു സിനിമ തരാമെന്ന് സ്വാമി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം സ്വാമി ഇങ്ങനെ പടങ്ങളൊക്കെ ചെയ്താൽ മതി വെച്ചിട്ട്. ഓക്കെ.